ഹായ്. ആഭ്യന്തര കുറ്റവാളി കണ്ടു. സ്റ്റാറിംഗ് ആസിഫ് അലി, റൈറ്റർ ഡയറക്ടർ സേതുനാഥ് പത്മകുമാർ. വുമൺ പ്രൊട്ടക്ഷൻ ലോസിൻ്റെ മിസ്യൂസ് മൂലം വിക്ടിംസ് ആയിട്ടുള്ള പുരുഷന്മാർക്കും ഭർത്താക്കന്മാർക്കും വേണ്ടി സംസാരിക്കുന്നൊരു സോഷ്യൽ ഡ്രാമയാണ് ആഭ്യന്തര കുറ്റവാളി. സിനിമാറ്റിക്കലി ഭയങ്കര വീക്കായിട്ടും ആർട്ടിഫിഷ്യലായിട്ടുമുള്ള റൈറ്റിംഗ് ആണ്. അതായത് ഈ ഒരു വിഷയം പറയാൻ വേണ്ടി അതിന് ഫേവറബിൾ ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും സീൻസും സിറ്റുവേഷൻസും ഡയലോഗ്സും ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് എഴുതിയിട്ടുള്ളൊരു സിനിമ. അൾട്ടിമേറ്റ്ലി നമ്മുടേതൊരു പാട്രിയാർക്കലായിട്ടുള്ള സൊസൈറ്റിയാണ് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ ആ ഒരു ആംഗിൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരുമാതിരി പാരലൽ യൂണിവേഴ്സ് പോലെ പുരുഷന്മാരെല്ലാം നന്മ, സ്ത്രീകളെല്ലാം നെഗറ്റീവ് എന്നൊരു ഫോൾസ് നെഗറ്റീവിലാണ് സിനിമ പോകുന്നത്. ഈവൺ അത് മേക്കേഴ്സ് ഇൻറ്റൻഷണലായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കൂടി കാണുന്ന പ്രേക്ഷകൻ എനിക്കതാണ് ഫീൽ ചെയ്തത്. ലൈക്ക് ആസിഫ് അലിയുടെ ഈ ലീഡ് ക്യാരക്ടറിൻ്റെ മെയിൻ കോൺഫ്ലിക്ട്സ് ഒന്നും ഒട്ടും ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല, അത്ര സ്ട്രോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ സിറ്റുവേഷൻസിന് വേണ്ടത്ര ഡെപ്ത് ഒന്നും കാണിക്കാതെ പ്രേക്ഷകനെ ഫോഴ്സ്ഡ് ആയിട്ട് ഈ ആസിഫിൻ്റെ ക്യാരക്ടറിനോട് സിമ്പതൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ കോമഡി സീൻസ് ആയിരുന്നു മെയിൻ ഒരു നെഗറ്റീവ്. ലൈക്ക് ഈ ശശി സോമൻ എന്ന പേര് വെച്ചിട്ടുള്ള കോമഡി, അതുപോലെ ഫേസ്റ്റ് നൈറ്റ്, കോണ്ടം പറഞ്ഞിട്ടുള്ള കോമഡി, പിന്നെ ഈ പെണ്ണ് കാണൽ ബേസ് ചെയ്തിട്ടുള്ള കോമഡി, അങ്ങനെ ടോട്ടലി ആറ് പഴഞ്ചൻ കോമഡീസാണ്. അതുപോലെ ലോജിക്കലി ഒരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്, ഈ ആസിഫലിയുടെ ക്യാരക്ടർ പോലീസുകാരോടിരുന്ന് കഥ പറയുന്നത്. അതൊക്കെ ഇപ്പോൾ ഈ തട്ടത്തിൻ മറയത്ത് പോലെ ഒരു റൊമാൻറ്റിക് കോമഡിയിലൊക്കെ അത് സ്യൂട്ടാവും, പക്ഷേ ഇതുപോലൊരു സോഷ്യൽ ഡ്രാമയിൽ ഒരു സ്പൂഫ് പോലെയാണ് എനിക്കത് തോന്നിയത്. പിന്നെ പെർഫോമൻസ് വൈസ് ആരും കുഴപ്പമൊന്നുമില്ല. എസ്പെഷ്യലി ഹരിശ്രീ അശോകൻ ഒരു ഡിഫറെൻറ്റ് മാനറിസംസ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് മനസ്സിലാവും ഈ ആസിഫ് അലിയുടെ മെയിൻ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷൻസ് അതിന് ഫേവറബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് കാണുമ്പോഴേ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഇമോഷണൽ കണക്റ്റും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിലെ ജഗദീഷിൻ്റെ ഈ വക്കീൽ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു വലിയൊരു കോർട്ട് റൂം ഡ്രാമ വരാൻ പോകുന്നു എന്നൊക്കെ തോന്നി, പക്ഷേ അതും ഭയങ്കര ലെറ്റ് ഡൗൺ ആയിരുന്നു. പിന്നെ ടെക്നിക്കലി BGM പറ്റ ശോകമായിരുന്നു, ഭയങ്കര മെലോ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഈ പഴയ സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെയുള്ള BGM. ഇത് എനിക്ക് തോന്നുന്നു കുറേ കൂടെ റിസർച്ചൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ആംഗിളിൽ റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു വിഷയം കുറച്ചുകൂടി ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് അവതരിപ്പിക്കാമായിരുന്നു. ഇതിപ്പോൾ ഓവറോൾ പറയാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റിൽ നിന്ന് നേരെ ബാക്ക് ഫെയർ ചെയ്തിട്ട് നല്ല റിഗ്രസീവായിട്ട് തോന്നിയിട്ടുള്ളൊരു സിനിമ, അതാണ് ആഭ്യന്തര കുറ്റവാളി. താങ്ക് യു.